നമ്മളിന്നതാ മൂന്നാറിലാണ്. ഇത് നല്ല തണുപ്പാണ്, നല്ല സീനാണ്. നിങ്ങളില്ലേ 5 മണിക്ക് ഇങ്ങോട്ട് പോകണം. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ. ഇവിടെ കുറേ കാണാനുണ്ട്, പക്ഷെ ഞങ്ങൾ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്ന് 4 പേരാണ്. ഒന്ന് ഞാൻ, പിന്നെ അമ്മഞ്ചി, പിന്നെ അച്ചുവ. അല്ല 3 പേരാണ് കേട്ടോ. നല്ല തണുപ്പാണ്. ഞങ്ങളൊന്ന് വന്ന് നോക്കും. അയ്യോ നല്ല തണുപ്പാണ് കേട്ടോ. കഴിഞ്ഞിടൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്, ഭയങ്കര തണുപ്പായതുകൊണ്ട്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇവിടെ നല്ല ഭംഗി കേട്ടോ. എന്ന് വെച്ചാൽ ഈ സൂര്യനിൽ ഇങ്ങനെ ഉദിച്ച് വരാൻ പോവാ. അപ്പോൾ ഇതിങ്ങനെ ലൈറ്റ് നല്ല ഇത് ഡ്രോയിങ് ചെയ്യുന്ന പോലെയാണ്. ശരിക്കും ഞാൻ ഓർത്തത് റെയിൻബോ ആണല്ലോ. ശരിക്കും ഞാൻ ഓർത്ത ലൈനുള്ള റെയിൻബോ, പക്ഷെ ഈ റെയിൻബോ അല്ല. പിന്നെ എനിക്ക് പിടികിട്ടിയ ഇത് സണ്ണ് എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുകയാണെന്നാണ് ഞാൻ. പിന്നെ താഴോട്ട് നോക്ക്, നല്ല ഗ്രീനായിട്ടുള്ള പച്ചപ്പ് ഇഷ്ടമായില്ലേ നിങ്ങൾക്ക്? ചില പേർക്ക് സ്നോ ഇഷ്ടമാവും, ചില പേർക്ക് ഗ്രീനറി ഇഷ്ടമുണ്ടാവും, പിന്നെ റെയിനി ഡേ ഇഷ്ടമാവും, അതുകൊണ്ട് കുറേ ഡേ ഇഷ്ടമാവും. സമ്മർ ഡേ ഇഷ്ടമുണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ 2 ഡേ ആണ് ഇഷ്ടം. ഒന്ന് ഗ്രീനി ഡേ, ഫോറസ്റ്റ് ഡേ. എന്ന് വെച്ചാൽ ഗ്രീനി ഡേ എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഡേ, പിന്നെ സ്നോ ഡേയും. അവിടെ നല്ല, എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്നോയിലൊക്കെ കളിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്നോ കളിക്കണമെങ്കിൽ നമ്മൾ സ്നോ പാർക്കിലൂടെയൊക്കെ പോവില്ലേ? നമ്മൾ സ്നോ പാർക്കിൽ പോകും, അത് വേറെ രാജ്യത്തിലോട്ടൊക്കെ പോവില്ലേ? അതുപോലെ ഈ ഗ്രീനറി കാണാൻ വേണ്ടി നമ്മൾ വേറെ രാജ്യത്തിൽ പോകില്ലേ? അതുപോലെയാണ് ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ സ്റ്റാർ നമുക്ക് ആകെ കുറച്ചൊക്കെ കാണാൻ പറ്റും. സ്റ്റാർ എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ബ്ലൂ അല്ലേ, അപ്പം നമുക്ക് കാണാൻ പറ്റില്ല. രാത്രി ഇപ്പം എന്ന് വെച്ചാൽ രാത്രി ഈ നൈറ്റ് ടൈം ആവാൻ നേരം നമുക്ക് നല്ലോണം സ്റ്റാർ കാണാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മളിത് തേയിലത്തോട്ടത്തിലുള്ള നല്ല ഭംഗിയല്ലേ? നിങ്ങൾക്ക് ചില പേർക്ക് തേയിലത്തോട്ടം ഇഷ്ടമാണല്ലേ? സ്ക്വയർ ആയിട്ട് ആയിട്ടുള്ള നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഇതുപോലൊരു മല കാണുന്നില്ലേ നിങ്ങള്? ഇതുപോലൊരു മല, പിന്നെ ഇവിടെ ഒരു മല ഉണ്ടാവും കേട്ടോ. ഇതുപോലൊരു മല ഉണ്ടാവും. അതിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ നമുക്ക് ഈ ചുറ്റും കാണും കേട്ടോ. ആ മലയിൽ കയറിയിരുന്നാൽ നമുക്ക് ഇവിടെ ചുറ്റും കാണാം. തണുപ്പല്ലേ, ഭയങ്കര തണുപ്പാന്ന് വെച്ചാൽ ഒന്ന് നോക്കാതെ നമുക്ക് തണുപ്പും കിട്ടും. പിന്നെ നമുക്ക് നല്ലതായിരിക്കും, കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വീടൊക്കെ എടുക്കാൻ അവിടെ നിന്ന് നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ മല കയറിയിട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പ്രകൃതി ഭംഗി കാണുന്നവരെ മൂന്നാറിലോട്ട് വരിക. അതും 6 മണി വെളുപ്പിന്. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത്രയും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നിങ്ങളൊന്ന് വന്ന് നോക്ക്, ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് നമുക്ക് വേറെ രീതിയിലൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ശരിക്കും കാണുകയാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ. നമ്മളില്ലേ ഈ മല കാണാൻ നല്ല സുഖമല്ലേ? ഈ മല നമ്മൾ കയറണം കേട്ടോ. നല്ല മുകളിൽ നോക്കി എല്ലാം കാണാൻ പറ്റുന്നത് നല്ല രസമാണ്. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കുക നിങ്ങളെല്ലാവരും. നല്ല ഭംഗിയാട്ടോ അവിടെ. മൂന്നാറിൽ ഉറപ്പായിട്ട് വരണം. അപ്പം നിങ്ങളില്ലേ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വരണം കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ നല്ല ഭംഗിയാണ്. എന്ന് വെച്ചാൽ ഇവിടെ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് 100 പ്രാവശ്യം പറഞ്ഞുകൊടുക്കുക. അത്രയും ഭംഗി കേട്ടോ ഇവിടെ. എന്ന് വെച്ചാൽ ഈ ട്രീസ്, മലകൾ, പിന്നെ ഈ തോട്ടം, അതൊക്കെ നല്ല, ആ 3 എണ്ണം കൂടെ ആണ് നല്ല കോമ്പിനേഷൻ കേട്ടോ. അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി കേട്ടോ. എനിക്കിഷ്ടമായി ഇവിടെ.
ഇനി നിങ്ങൾ വരണം കേട്ടോ ഇവിടെ ഉറപ്പായിട്ട്. വന്നല്ലേ നിങ്ങൾക്ക് ഇത് മിസ്സാവും. എന്ന് വെച്ചാൽ ഈ വീക്കില് നിങ്ങൾ വരണം ഇങ്ങോട്ട്. ഈ വീക്ക് ഇനി കഴിക്കാൻ പോകുന്ന വീക്ക് എന്ന് വെച്ചാൽ ഇനി മൺഡേ തുടങ്ങും. എന്ന് വെച്ചാൽ മൺഡേ തുടങ്ങും. അതുകൊണ്ട് സൺഡേ വരെ ഇവിടെ നല്ല തണുപ്പായിരിക്കും. അപ്പം നിങ്ങൾ 6 മണി എന്ന് വെച്ചാൽ 5 മണിക്ക് എണീറ്റ് ഇങ്ങോട്ട് വരണം. എന്നിട്ട് വെളുപ്പാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ വെളുപ്പാവുന്നവരാണ് ഇത്രയും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുക. അത് നമ്മൾ കാണുന്നില്ല ഇരുട്ടത്ത്. ഇപ്പോഴാണ് കാണാൻ പറ്റുക. എന്ന് വെച്ചാൽ നല്ല ഉണ്ടല്ലോ. നമ്മളൊന്ന് കപ്പാറയിലാണ്. അതുപോലെ നല്ല ഭംഗിയുണ്ടാട്ടോ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഥലവും ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് സൂര്യനൊക്കെ ഉദിച്ചിരിക്കുക കേട്ടോ. പക്ഷികളാണെങ്കിൽ പറന്നോന്നിരിക്കുകയാണ്. ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ ഇതിലെ കൂടെ ഒക്കെ വരണം കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കണം. അവിടെ പോയി നോക്കണം. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങൾ ഒന്നുകൂടെ വരണം കേട്ടോ അങ്ങോട്ട്. ചിലത് പിന്നെ കാണാൻ തോന്നുന്ന മലയാണത്. ഇപ്പം ആ മലയിലൊക്കെ കയറാൻ വാങ്ങിയാൽ ഭയങ്കര പാടായിരിക്കും. ആ മറ്റേ മലയൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര. പിന്നെ ഈ മലയോ നമുക്ക് കാണാൻ പറ്റാത്ത മലയാണ്. എന്ന് വെച്ചാൽ ഫോഗല്ലേ, നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നാൽ അത് കാണാൻ പറ്റും. ഇപ്പോൾ ഫോഗ് ആയതുകൊണ്ട് അങ്ങ് ക്ലിയർ ആയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഫോഗ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ തണുപ്പത്തിൽ വരണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വീക്ക് മൺഡേ ടു സൺഡേ വരെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് പിന്നെ അത്രയ്ക്ക് തണുപ്പുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്രയും ദിവസം എനിക്ക് ഇത്രയും ദിവസമേ അറിയൂ. അതിനെക്കാട്ടും കൂടുതൽ ഇപ്പം തണുപ്പില്ലെങ്കിൽ നിങ്ങൾ 6 മണിക്ക് അല്ല 5 മണിക്ക് എണീറ്റാൽ മതി. പിന്നെ ഈ ഈ മലയിലോട്ട് വന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ നാളെ പോവാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ മൂന്നാർ കാണാൻ വരണേ. ഈ ജനുവരിയിൽ ഈ മാസത്തിൽ വരണം കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പായിരിക്കും. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് വരണം. മറക്കരുത് കേട്ടോ. ആരും മറക്കാൻ പാടില്ല. അത്രയും നല്ല തണുപ്പാണ് ഇവിടെ. പിന്നെ